പിന്നെ ഇവിടെ കുറെ രാഷ്ട്രീയം ചർച്ച ചെയ്തു. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു, കൊലപാതക രാഷ്ട്രീയത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മുദ്രകുത്താൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ശ്രമിക്കുകയാണിവർ. ഈ സഭക്കകത്തിരിക്കുന്ന തലനരച്ചവർ അത് സമ്മതിക്കില്ല. പക്ഷേ മുടി കറുത്തവർക്ക് ഈ രാജ്യത്ത് കോൺഗ്രസ് നടത്തിയ അക്രമ രാഷ്ട്രീയത്തിന്റെ കഥ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. ആരാണ് സാർ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത്? ഈ സഭയുടെ നായകനെ കേവലം 26-ാമത്തെ വയസ്സിൽ പിടിച്ചുകൊണ്ടുപോയി, ഈ സഭക്കകത്ത് ഒരു നിയമസഭാ സാമാജികനായിരുന്ന വ്യക്തിയെ പിടിച്ചുകൊണ്ടുപോയി ജീവച്ഛവമാക്കുന്ന രീതിയിൽ തല്ലിച്ചതച്ചാരാണ്? സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം അതല്ലേ നിങ്ങൾ നടത്തിയത് അടിയന്തരാവസ്ഥ? ഈ സഭക്കകത്തിരിക്കുന്ന മറ്റൊരു വ്യക്തി ഈ മുന്നണിയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജി സുധാകരൻ. അദ്ദേഹത്തിനൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ജി ഭുവനേശ്വരൻ. ആരാണ് അദ്ദേഹത്തെ കുത്തിമലർത്തി കൊന്നത്? ഈ സഭക്കകത്തൊരു മന്ത്രിയുടെ സഹോദരനെ വെട്ടിക്കൊന്നവർ. നിങ്ങൾ ഹിപ്പോക്രൈറ്റുകളാണ്. നിങ്ങൾ വന്ന് സംസാരിക്കുന്നു കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച്. കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്കൊരവകാശവുമില്ല. നിങ്ങൾ ഇ പിയുടെ ചോരയ്ക്ക് വേണ്ടി ഓടി നടന്നില്ലേ? ഇ പി ജയരാജന് വെടിയേറ്റപ്പോൾ, ഇ പി ജയരാജനെ 3 തവണ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് അദ്ദേഹത്തെ സംരക്ഷിച്ചുവെങ്കിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇ പിയുടെ ചോരയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവർ നിരാശരാകേണ്ടി വരും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി ആരാണ് രാഷ്ട്രീയത്തിൽ അക്രമം കൊണ്ടുവന്നത്, ആരാണ് കൊലപാതകം കൊണ്ടുവന്നത്, അതെല്ലാം ഒന്ന് ചരിത്രം ഒന്ന് കണ്ണോടിച്ചു നോക്ക്, നന്നായിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താ ഇപ്പൊ നടക്കുന്നത്? ഇവിടെ സമരം നടന്നു, സ്വാശ്രയ സമരം. എന്തായിരുന്നു സ്വാശ്രയ സമരം? ആ സ്വാശ്രയ സമരത്തെ ചരിത്രത്തിൽ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് നിയമസഭാ സാമാജികന്മാരുടെ സമരം, ആഹാര നിരാഹാര സമരം. കോൺഗ്രസിന്റെ നിരാഹാര സമരവും മുസ്ലിം ലീഗിന്റെ ആഹാര സമരവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സംസം എന്ന്, ഉച്ചക്ക് ലഞ്ച് സിന്ദൂർ എന്ന്, വൈകുന്നേരം തേങ്ങപ്പത്തില് ആലിബാബ. ഇതെന്ത് സമരമാണ്? ലീഗിന്റെ ഭക്ഷണം കഴിച്ചു, എന്നാ പിന്നെ കൈ മഴുകി കഴിയണ്ടേ? മറുഭാഗത്ത് പട്ടിണി കിടക്കുന്നവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാ. ഭക്ഷണം കഴിച്ചു വന്നവർ ഓടി വന്ന് ഇരിക്കുമ്പോൾ ദിലി. ഒരു ഭാഗത്ത് നിരാഹാര സമരം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 6 മണിക്കൂർ 600 ഫ്ലക്സാ. 6 മണിക്കൂർ നിരാഹാരമിരിക്കാൻ 600 ഫ്ലക്സ് അടിച്ച ഹരിതന്മാർ നടത്തിയ സമരം നിങ്ങൾ കണ്ടല്ലോ കേരളീയ പൊതുസമൂഹം. അതിനുശേഷം KSUക്കാരന്റെ സമരം. KSUക്കാരന്റെ സമരത്തിൽ പട്ടണം റഷീദ് പങ്കെടുത്തിരുന്നു. മേക്കപ്പ് മാൻ. കാരണം ചോര വരുന്നില്ല. ഈ സഭക്കകത്തിരിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ കാലത്ത് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാവരാ. ഈ സഭക്കകത്തിരിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ കാലത്ത് ജയിലിലടക്കപ്പെട്ടവരാ. ഇവിടെ പോലീസ് അടിക്കുന്നതിനേക്കാൾ മുമ്പ് പട്ടണം റഷീദിന്റെ ശിഷ്യന്മാരെ കൊണ്ട് മേത്തൊഴിപ്പിച്ചു ചുവന്ന മഷി. ഇതെന്ത് സമരമാണ്? മറുഭാഗത്ത് MSFന്റെ സമരം നമ്മൾ കണ്ടു. MSFന്റെ സമരം എന്ന് പറയുമ്പം കുട്ടിത്തങ്ങളുടെ സമരമാണ്. കുട്ടിത്തങ്ങളുടെ സമരം മുദ്രാവാക്യം. MSF ഒരു പുതിയ മുദ്രാവാക്യം രൂപപ്പെടുത്തി. അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതരാതെ ഓടും ഞങ്ങൾ. ഒരു ചാനലിനകത്ത് ചർച്ച കഴിഞ്ഞപ്പം മറുഭാഗത്തിരുന്ന MSF യൂത്ത് ലീഗിനെ ചോദിച്ചല്ലോ, അതെന്താ ചെറുപ്പക്കാരൻ ഓടിയത്? അത് ലൊഹർ ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കാൻ ഓടിയതാ. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു, ആ ചെറുപ്പക്കാരൻ നിങ്ങൾ നാടിന് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് ഒരു പരിശീലനം കൊടുത്താൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടാൻ പാകത്തക്ക നിലയിൽ ആ ചെറുപ്പക്കാരനെ മാറ്റി തീർക്കാൻ സാധിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസംഗിച്ചു ക്ഷമയാണ് ഞങ്ങളുടെ ഖമ, ക്ഷമയാണ് ഗമ എന്ന് ഒരു ഭാഗത്ത് പ്രസംഗിക്കുമ്പം നിങ്ങൾ ഈ സഭകത്ത് കാട്ടിക്കുട്ടിയത് എന്തൊക്കെയാ? നിങ്ങൾ എന്നെ ആക്ഷേപിച്ചു. അതെ, ഞാൻ 10 ദിവസമായിട്ടേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു ബഹുമാനരായ പ്രതിപക്ഷ നേതൃനിര 34-35 വർഷം സഭക്കകത്തുള്ളവരെ. അത് നിങ്ങൾക്കകത്ത് അഭിപ്രായമുണ്ട്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രമേ മാറി നിൽക്കൂ എന്ന് ആക്ഷേപം ഉന്നയിച്ചത് ഞങ്ങളല്ല, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ആണ്. ഞങ്ങൾക്കങ്ങനെ സാധിക്കില്ല. ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അനിവാര്യമായും ഞങ്ങൾ മാറിപ്പോകണം. അത് ഞങ്ങളുടെ രീതി അങ്ങനെയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഞങ്ങളെ സഭാമര്യാദ പഠിപ്പിക്കണം. ഞാൻ 1ാം സഭക്കകത്ത് വളരെ അച്ചടക്കത്തോടെ ഇരുന്നതാ. അച്ചടക്കത്തോടെ ഇരുന്നപ്പോ കണ്ട കാര്യം എന്താ? 35 എന്റെ പ്രായത്തെക്കാൾ അനുഭവ സമ്പത്തുള്ളവർ കൂക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എന്തിനു മാന്യത കളിക്കണം? 35-40 വർഷം സഭക്കകത്തിരിക്കുന്നവർ കൂക്കി വിളിക്കുമ്പം, സഭാമര്യാദകൾ ലംഘിക്കുമ്പം 10 ദിവസം മാത്രം പ്രായമുള്ള ഞാൻ എന്തെങ്കിലും അച്ചടക്ക ലംഘനം കാണിച്ച തെറ്റുണ്ടോ? അത് മാത്രമല്ല, സഭക്കകത്ത് നമ്മൾ മറ്റൊന്നുകൂടി കണ്ടു. എന്നെ ഓറിയന്റേഷൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് നോക്കുമ്പം 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളാക്ക് ഉന്നയിച്ച റൂൾ തെറ്റിപ്പോയി. ഇതല്ലേ കേരളം കണ്ടത്? അപ്പൊ നിങ്ങൾ ആത്മവഞ്ചകന്മാരാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നൊന്ന്. വർഗീയതക്കെതിരെ നിങ്ങൾ പറയുന്നു. വർഗീയ രാഷ്ട്രീയം വളരുകയാ. നിങ്ങൾ ഓർക്കണം, കോൺഗ്രസ് തകരണം എന്നാഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. കോൺഗ്രസ് തകർന്നു പോകാൻ പാടില്ല. പക്ഷേ കോൺഗ്രസ് തകരുന്നു. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി RSS കൊണ്ടുപോയി. അതുപോലെ തന്നെ നിങ്ങളുടെ ആർ ശങ്കറിനെ BDJs BJP പിടിച്ചുകൊണ്ടുപോയി.
റീത്ത ബഹുഗുണ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയി. ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന സിനിമയിൽ സോമന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ. ഇത്രയും സ്ഥാപനങ്ങൾ പിടിച്ചുകൊണ്ട് പോകുമ്പം, ഇത്രയും നേതാക്കന്മാർ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുമ്പം ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാതെ നിസ്സംഗോദര കോൺഗ്രസ് നോക്കി നിൽക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഇരട്ടനാവ് ഒഴിവാക്കണം. ഇരട്ടനാവ് ഒഴിവാക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ മാർഗം സ്വീകരിക്കണം. സഭ നടത്തിക്കൊണ്ടുപോകാൻ സഹകരിക്കണം. 5 മാസം കൊണ്ട് കേരളത്തിൽ വിപ്ലവം ഉണ്ടാക്കിയ സർക്കാരാണ് ഈ സർക്കാർ എന്ന് ഇച്ഛാശക്തിയോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇനി ഒരു കാര്യം പറയുന്നു, 5 വർഷമല്ല ഈ സർക്കാരിന്റെ കാലമുള്ളത്. ഈ സർക്കാർ 50 വർഷം തുടർച്ചയായി പോകും. എനിക്കും നിങ്ങൾക്കും ശേഷവും ഈ സഭക്കകത്ത് ഭരണപക്ഷത്തിരിക്കുന്നവർ ഇടതുപക്ഷത്തിന്റെ പതാക പിടിക്കുന്നവരായിരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 25-37 ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തമായി പിന്തുണക്കുന്നു.